കൊല്ലം പത്തനാപുരം സ്വദേശി രൂപേഷും അഞ്ജുവും തമ്മിൽ 8 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. പ്രണയകാലം പോലെ ആയിരുന്നില്ല കുടുംബജീവിതം. ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ പോലും ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായി. കഴിഞ്ഞ രാത്രിയിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഇതേ തുടർന്ന് രൂപേഷ് ഭാര്യയെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇവരുടെ നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ രൂപേഷ് പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയതാണ് കണ്ടത്. പൂർണ്ണമായും പൊള്ളലേറ്റ രൂപേഷിനെ രക്ഷിക്കാനായില്ല. മകളും ഭാര്യയും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. പത്തനാപുരം നടുക്കുന്നുകുളങ്ങര നസീർ ഖാന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രൂപേഷും കുടുംബവും. വെളുപ്പിനെ 3 മണിയോടെയാണ് രൂപേഷ് ഭാര്യ അഞ്ജുവിനെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കഴുത്തിന്റെ പിൻഭാഗത്താണ് അഞ്ജുവിന് പരിക്കേറ്റത്. 7 വയസ്സുകാരിയായ മകൾക്ക് കണ്ണിന്റെ ഭാഗത്താണ് വെട്ടേറ്റത്. തുടർന്ന് രൂപേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പത്തനാപുരം പോലീസും ഫയർഫോഴ്സും എത്തി തീയണച്ച് രൂപേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഞ്ജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലും മകൾ SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. വീണ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെയോ എന്തോ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നു. വയ്യാത്ത മനുഷ്യരെ ആശുപത്രി കൊണ്ട് ഈ കൊച്ചി വിചാരിച്ചെന്താ കാറുണ്ടല്ലോ ആശുപത്രി പുള്ളിക്കാരൻ ഓടിക്കുന്നതായിരുന്നു, വണ്ടി ഓടുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതായി കുഞ്ഞ് പെണ്ണോടിക്കൊണ്ട് വന്ന് വിളിച്ചത് എന്നെ രുചിരമ്മയെന്ന്. അപ്പൊ ഈ കുഞ്ഞും കൂടെ വന്നെന്ന് പറയുമ്പോൾ ഈ കൊച്ചി കുഞ്ഞിനെ വലിച്ചെടുത്തോണ്ടില്ല, ഗേറ്റ് വലിച്ച് തുറന്നങ്ങ് പോയി. ഓട്ടോ ഡ്രൈവറായിരുന്നു രൂപേഷ്. ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. അലിമുക്ക് സ്വദേശിയാണ് അഞ്ജു. കുടുംബ വഴക്കാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. രൂപേഷിന്റെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പോലീസ്. ന്യൂസ് 18 പുനലൂർ.